ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, സ്കിൻ കെയർ റുട്ടീനാണ്. അതും നൈറ്റ്. രാവിലെ വേറെ സ്കിൻ കെയർ ആണ്, ഇത് നൈറ്റ് ഞാൻ ചെയ്യുന്നതാണ്. ആൻഡ് രാവിലത്തെ ഞാൻ പൊതുവേ ചെയ്യുന്നത് വളരെ കുറവാണ്. ബട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ആസ് മീ സ്കിന്നിൽ എന്താണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, സ്കിൻ ഭയങ്കര ഗ്ലോ ആവുന്നു, ഡിവേഴ്സ് ഗ്ലോ, ബ്രേക്കപ്പ് ഗ്ലോ, ഒരു ലോഡ് കമൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ താഴെ. സോ ഐ തോട്ട് ഐ ഡു എ സ്കിൻ കെയർ വീഡിയോ ഫോർ യു ഗൈസ്. ആൻഡ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിത് എല്ലാ ദിവസവും ചെയ്യാറില്ല. ഞാനിപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ട് തന്നെ ഒരു 2 വീക്സ് ആവുന്നേ ഉള്ളൂ പ്രോപ്പറായിട്ട്. അതിൽ തന്നെ ജിമ്മിൽ പോയി കയ്യും കാലും വയ്യാത്ത ദിവസങ്ങളിൽ ഞാൻ നേരെ പോയി കിടന്നുറങ്ങും. ഈ പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. ബട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പരിപാടി അവതരിപ്പിക്കാൻ പോവുകയാണ്. സോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ റുട്ടീൻ. ഇതിൽ തന്നെ പകുതി ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടി എല്ലാം കാണിക്കാം. സോ ഞാനിപ്പം ഒരു ഊത്ത പടം കണ്ടിട്ട് വരുന്ന വഴിയാണ്. ആൻഡ് എന്താ പറയുക, ഇതിൽ ഒരു കണ്ണ് ഞാൻ കഴുകി, ഒരു കണ്ണ് ഞാൻ തുടച്ച് കൺമഷി പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ബാക്കി നമുക്ക് വീഡിയോയിൽ അവതരിപ്പിക്കാമെന്ന്. അപ്പം ഒരു കണ്ണിൻ്റെ പുറത്ത് ഐലൈനർ ഉണ്ട്, ഒരു കണ്ണിൻ്റെ അവിടെ ഐലൈനർ ഇല്ല. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ക്ലെൻസിങ്. ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് മേക്കപ്പ് കളയാൻ ഉപയോഗിക്കുന്ന ക്ലെൻസർ. യാ അയ്യോ ഇതാ. സോ മേക്കപ്പ് യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ക്ലെൻസർ ഉപയോഗിക്കണം, എന്നിട്ട് നിങ്ങൾ മേക്കപ്പ് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ ഇതിൻ്റെ താഴെ കുറേ പേര് എന്ന് പറയും ഇവള് ഫുള്ള് പുട്ടിയാണല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഫുള്ള് പുട്ടിയൊന്നുമല്ല, പക്ഷേ ഒരു 20% കണ്ടില്ലേ, കൺമഷി ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് കൺമഷി അവിടെ ഇവിടെ ഉണ്ടാവും, അത്രയൊക്കെ തന്നെ. പിന്നെ സ്കിൻ കെയർ നിങ്ങൾ മസ്റ്റായിട്ട് റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. ബിക്കോസ് സ്കിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്ര നാൾ ഞാൻ എൻ്റെ സ്കിന്നൊന്നും നോക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നാൾ ഞാൻ എൻ്റെ സ്കിന്നൊക്കെ നോക്കട്ടെ. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കൊരു സന്തോഷം കിട്ടാറുണ്ട് പൊതുവേ. നെറ്റിയിൽ കുറച്ച് കുരുവുണ്ട്, അത് ആരെങ്കിലും പ്രാഗിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതും പതിയെ മെല്ലെ മെല്ലെ സെറ്റാക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് വാഷ്. ഈ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്, മുൾട്ടാനി മിട്ടി ഫേസ് വാഷ്, മാമ എർത്തിൻ്റെ. സോ അതിന് മുന്നേ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് പ്രക്രിയ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ മുടി വായിലോട്ട് തിന്നും. ഇത് പുതിയ കൊറിയൻ ട്രെൻഡിങ് ക്ലിപ്പ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. സോ ഇനി ഞാൻ ബാത്റൂം പോയിട്ട് ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് കഴുകിയിട്ട് വരാം. ഫേസ് കഴുകി കേട്ടോ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടോണർ യൂസ് ചെയ്യും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന, ലൈക്ക് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ്. അപ്പം ഇത് കുറച്ചധികം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ദിസ് ആക്ച്വലി ഫീൽസ് സോ റിലാക്സിങ്. എന്താ പറയുക, ഒരു പ്രത്യേക മനസ്സുഖം കിട്ടും നമുക്കിങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും. നെറ്റിയിലെ കുരു കുറച്ചധികം സീനാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാനോ, എല്ലാം ഒന്നും ദൈവം അറിഞ്ഞ് നമുക്ക് തരത്തില്ലല്ലോ. ക്ഷമ കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ നേരെ അടുത്തതിലോട്ട് പോവുകയാണ്. ക്ഷമ കുറവായതുകൊണ്ടല്ല, നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാൻ ഓൾമോസ്റ്റ് 30 സെക്കൻഡ്സ് മതി ഇത് ഏകദേശം. സോ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ടോണർ ഉപയോഗിക്കും. ഇത് റൈസ് ടോണറാണ്. ഇതും അടിപൊളിയാണ്. ഇതും കൊറിയൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ എവിടെയോ ആരോ യൂസ് ചെയ്ത് കണ്ടിട്ട് വാങ്ങിയതാണ്, ബട്ട് ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. ഇത് കുറച്ചധികം എടുക്കും. ഇത് പാല് പോലെ ഇരിക്കും സത്യം പറഞ്ഞാൽ. മുഖം പൊള്ളുന്ന പോലെ വല്ലതും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രക്രിയയ്ക്ക് നിൽക്കരുത്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ മാറ്റണം. ആൻഡ് കൺസൾട്ട് സ്കിൻ കെയർ, അതായത് സ്കിൻ ഇത് ചെയ്യുന്ന ആൾ, അവരുടെ പേര് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. അവർ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ പറ്റിയ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. എനിക്ക് പറ്റിയ പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കണ്ടിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഇത് പറ്റുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോയി വാങ്ങരുത്. ഓക്കെ, ബട്ട് ദിസ് ഈസ് മോസ്റ്റ്ലി ഓയിൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ നോർമൽ സ്കിൻ. ഡ്രൈ സ്കിന്നിന് ഇത് ചേരും എന്നെനിക്ക് തോന്നുന്നില്ല.
സോ 2 ടോണർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാവർക്കും അറിയുന്ന പ്രൊഡക്റ്റാണ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് നമ്മൾ കയ്യിലിങ്ങനെ ഇട്ടിട്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ദിസ് ഈസ് വെരി ഇതുണ്ടോ, നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ലായിരിക്കും, ബട്ട് ഇത് ഭയങ്കര രസമാണ് മുഖത്ത് തേക്കാൻ. സോ ദിസ് ഗീവ്സ് എന്താ പറയുക, ഒരു ഗ്ലേസിങ് തരും മുഖത്ത്. ഇത് മാത്രം തേച്ചിട്ട് നിർത്താൻ ഇടയ്ക്ക് നമുക്ക് തോന്നാറുണ്ട്, പക്ഷേ അങ്ങനെ ചെയ്ത് സ്കിൻ കെയർ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് യൂസ് ദിസ് ആഫ്റ്റർ നിങ്ങൾ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. കുറേ ഉള്ളതുകൊണ്ട് ഓർഡർ ഇടയ്ക്ക് മനസ്സിലാവത്തില്ല. ഇത് മിനിമലിസ്റ്റിൻ്റെ റെറ്റിനോൾ. ഇത് നമ്മൾ വൺസ് ഇൻ എ വീക്ക് ആദ്യം യൂസ് ചെയ്ത് തുടങ്ങുക. അത് നിങ്ങൾക്ക് സ്കിന്നിന് പ്രോബ്ലം അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക്. എല്ലാ ദിവസവും ഇത് നിങ്ങൾ നൈറ്റ് കെയർ റുട്ടീനിൽ ഉപയോഗിക്കരുത്. ആൻഡ് ഇതൊരു വളരെ ചെറിയ എമൗണ്ട് മാത്രം എടുക്കാവുള്ളൂ. സോ വളരെ ചെറിയ എമൗണ്ട് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 സെക്കൻഡ്സ്. മനസ്സിൽ ദേഷ്യമുള്ള ആരെങ്കിലും ആലോചിച്ചാൽ മതി. അപ്പോൾ കുറച്ചധികം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് സ്വന്തം മുഖം നോവിക്കരുത് കേട്ടോ. ഓക്കെ, ഡൺ. ഇനി എന്താന്ന് വെച്ചാൽ, യെസ്, ഡാർക്ക്നെസ് കറക്ഷൻ സെറം. അതായത് ഇത് ഉറങ്ങാത്തവർക്ക് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മൾ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക മെയിനായിട്ട്. പക്ഷേ നമ്മൾ മുഖത്ത് എല്ലായിടത്തും തേക്കണം. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഫേസിൽ ഡാർക്കായിട്ടുള്ള സൈഡിൽ കൂടുതലും യൂസ് ചെയ്യുക. ബാക്കി നിങ്ങൾ താഴോട്ടൊക്കെ കൊടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റുട്ടീൻ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഉറക്കമില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷേ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ഇടിച്ചോ കണ്ണിട്ട് എന്ന് ചോദിക്കേണ്ട ചോദ്യം ഞാൻ കുറേ കേട്ടിരിക്കുന്നു. ആ അപമാനം സഹിക്കാൻ വയ്യാണ്ട് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത പ്രോസസ്സാണിത്. മാറങ്ങോട്ട്. റോൾ ഓൺ അണ്ടർ ഐ സെറം. ഇത് പിൽഗ്രിമിൻ്റെ ആണ്. ഇറ്റ്സ് വെരി ഗുഡ്. പിൽഗ്രിമിൻ്റെ ആണ് ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതാകുമ്പോൾ നമ്മൾ പണിയൊന്നും എടുക്കണ്ട. നമ്മൾ വെറുതെ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് കണ്ണിൻ്റെ മുകളിൽ തേച്ചോട്ടോ. ഐ ഷാഡോ ഒന്നും അല്ല, പേടിക്കണ്ട. ഇത് നമ്മളിങ്ങനെ ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ എല്ലാ സ്കിൻ കെയറിനും ഇങ്ങനെയൊരു നമ്മൾ തൊടാണ്ട് ഇങ്ങനെ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായതിനെ. അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. കണ്ണിട്ട് ആരും ഇടിച്ചെന്ന് ഇനി പറയരുത്. അതെങ്ങനെയും എനിക്ക് മാറ്റണം. ക്ഷമ വെച്ചിട്ട് മാറുമ്പോഴത്തേക്കും കൈ ഉപയോഗിക്കാം കേട്ടോ. സ്കിൻ കെയർ ചെയ്യാൻ തന്നെ എനിക്ക് പണ്ട് ക്ഷമയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ദൈവം സഹായിച്ച് കുറച്ച് ക്ഷമ കിട്ടി തുടങ്ങി. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു. സോ കണ്ണിൻ്റെ ഭാഗത്ത് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണം ഞാൻ ഉദ്ദേശിച്ചത് ലാസ്റ്റ് സ്റ്റെപ്പാണ്, മോയ്സ്ചറൈസർ. ഇത് പ്ലമ്മിൻ്റെ ആണ്. പ്ലമ്മിൻ്റെ ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീം. ഓക്കെ, തുറക്കാനൊക്കെ ആരോഗ്യം വെച്ച് ജിമ്മിൽ പോയിട്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ണിൻ്റെ അവിടെ തേക്കരുത്. കാരണം നമ്മൾ കണ്ണിൻ്റെ അവിടെ ഓൾറെഡി അണ്ടർ ഐ ക്രീം ഇട്ടുകൊണ്ട്. സോ ഇത് ഫേസ് മോയ്സ്ചറൈസറാണ്. ഞാൻ അല്ലാണ്ട് കയ്യിലും കാലിലൊക്കെ വേറെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട്. അത് പക്ഷെ ഇപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ ഫേസിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് ഇനി അപ്പുറത്തെ റൂമിലാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ അവിടെ പോയി അതിട്ടിട്ട് നേരെ കിടന്നുറങ്ങും. അതെനിക്കിനി നിങ്ങളെ കാണിക്കാനുള്ള ക്ഷമയില്ല. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് കൊക്കോ ബട്ടറിൻ്റെ ആൽമണ്ട് എന്ന് പറയുന്ന മോയ്സ്ചറൈസറാണ്. നല്ല സ്മെല്ലാണ് ബോഡിക്ക്. സോ
സോ ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ആൻഡ് വി ആർ ഡൺ. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് സ്കിൻ കെയർ ചെയ്യാൻ മടിയായിരുന്നു. വീഡിയോയുടെ പേരിൽ മാത്രം ഞാൻ ഇന്ന് ചെയ്തതാണ്. സോ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമാവും, എനിക്ക് ഉപകാരമായി. ഏത് ഫുൾ ബിസിനസ് മൈൻഡാണ് നമ്മളിപ്പോൾ. ഇനി വാസ്ലിൻ്റെ ലിപ്പ് തെറാപ്പി. ലിപ്സിന് വരെ തെറാപ്പി ആവശ്യമാണ്, മനസ്സിലായോ? ഇത് കുറച്ചെടുക്കുക. ഇത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലഷായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഞാൻ വെറുതെ പറഞ്ഞു. ഇനി വാസ്ലിൻ്റെ ലിപ് ബാം വാങ്ങിച്ചിട്ട് ആരും കവിളിലൊന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഇവിടെയും ചെറിയ കുരു വന്നല്ലേ. സോ ഇത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ നൈറ്റ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഐ വോണ്ട് എവ്രിബഡി, ഈ വീഡിയോ കണ്ടിട്ട് എവ്രിബഡി ഷുഡ് ഡു സ്കിൻ കെയർ. സ്കിൻ കെയർ ചെയ്യാണ്ട് നിങ്ങൾ ഇരിക്കരുത്. സോ സ്കിന്നിന് നല്ല വ്യത്യാസം ഉണ്ടാകും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 2 weeks കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ സ്കിന്ന് പിന്നെ നോക്കുക. അപ്പോൾ പിന്നെയും കുറേ അപ്ഗ്രഡേഷൻ കാണും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും സ്കിൻ കെയർ ചെയ്യാൻ തോന്നും. കാരണം എനിക്കിങ്ങനെയാണ് തോന്നാറ്. ഐ വാച്ച് എ ലോട്ട് ഓഫ് പീപ്പിൾ ഡു സ്കിൻ കെയർ. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ദ സ്കിൻ ഈസ് ഗ്ലോയിങ്, ദേ ലുക്ക് സോ ഗുഡ്, അങ്ങനെ ഒരു സന്തോഷം എനിക്ക് വരും. അപ്പോൾ എനിക്കും ചെയ്യാൻ തോന്നും. അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ തോന്നണം. എൻ്റെ സ്കിന്ന് കണ്ടിട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പൊതുവേ യു ഷുഡ് ഡു സ്കിൻ കെയർ, ബോയ്സ് ആൻഡ് ഗേൾസ്. ഇത് ഗേൾസിന് മാത്രം അപ്ലൈ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. സോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ടാറ്റാ.